ഓർത്തിട്ട് തന്നെ മനുഷ്യന് പേടിയാവുന്നു. ഇതുപോലെ കുരുത്തം കെട്ട പിള്ളേരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. രാവിലെ ജോർജ് ഇവറ്റകളെ വഴക്ക് പറഞ്ഞ എൻ്റെ ദേഷ്യത്തിൽ ചെയ്ത പണിയായത്. എല്ലാത്തിൻ്റെ ഒന്നും ഇപ്പം കണ്ടില്ലേ, മോന്തക്കെട്ടൊരു കുത്തു കൊടുക്കാനാണ് എനിക്ക് തോന്നുന്നത്. നീ ഒറ്റ ഒരുത്തനാ നിങ്ങളെങ്ങനെ ചീത്തയാക്കുന്നേ, എന്നിട്ട് അവനിരുന്ന് ചിരിക്കുന്നു. അതല്ലേ അമ്മച്ചി പറഞ്ഞ ശരിയാ. ഈ അപ്പുവേട്ടൻ ഈ പിള്ളേരുടെ താളത്തിനൊത്ത് തുള്ളാൻ നിൽക്കണേ, എന്നിട്ട് അതും കേട്ടിരുന്ന് ചിരിക്കുകയും ചെയ്യും. എടി സീന, ഞാൻ ചിരിച്ച വേറൊന്നുമല്ല. ഇവർ യൂട്യൂബിൻ്റെ ഷൂട്ടാണെന്നും പറഞ്ഞ് ജോർജേട്ടനെ വിളിച്ചു വരുത്തി ടെറസിൻ്റെ മുകളിൽ നിന്ന് ചാടണ സീനുണ്ടെന്നും പറഞ്ഞ് അതിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞപ്പോൾ ജോർജേട്ടൻ എന്തിനാ ചാടിയത്? അങ്ങേരാണെങ്കിൽ അതിലും വലിയ മരങ്ങോടെ. ടെറസിൻ്റെ മുകളിൽ നിന്ന് ചാടിക്കോ, സ്ലോ മോഷനല്ലേ ഷൂട്ട് ചെയ്യണത്, സ്ലോ മോഷനിൽ ചാടാൻ നേരത്ത് ഒന്നും പറ്റില്ല, ധൈര്യമായിട്ട് ചാടിക്കോളാൻ പറഞ്ഞപ്പോൾ അങ്ങേരത്തിനടുത്ത് ചാടിയത്. അതൊരു പാവാടാ, അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഉള്ളിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നത്. ആ ഒരു ഒറ്റ എപ്പിസോഡ് കൂടി ഞങ്ങൾ കുറേ സബ്സ്ക്രൈബേഴ്സ് കിട്ടി. ഓടി അയാളെങ്ങാനും മോളിൽ നിന്ന് ചാടി ചത്തുപോയായിരുന്നെങ്കിൽ നീ എന്നാ ചെയ്തേനെ? മരണം ഇപ്പോൾ ഭൂമിയിൽ ഒരുപാട് കിടപ്പുണ്ട്, എന്നാൽ സബ്സ്ക്രൈബ് വളരെ കുറവാണ്. സബ്സ്ക്രൈബേഴ്സിനാണ് ഇപ്പോൾ വില. എല്ലാ ജോർജിന്റെ വീട്ടിൽ പോയി മാപ്പ് പറഞ്ഞാണോ, ഇല്ലാതെ ഒറ്റ ഒരെണ്ണത്തിനും പച്ചവെള്ളം ഞാൻ തരികയില്ല. എനിക്ക് മൂത്രയിക്കാണ്ട്. നീ ഇപ്പൊ മൂത്രം ഒഴിക്കണ്ട, അവിടെ നിന്നാ മതി. നിനക്ക് മൂത്രം ഒഴിക്കാൻ പറ്റണമെങ്കിൽ ഇപ്പോൾ ഒഴിച്ചപ്പോ ചെല്ലി പോ. വാ കേറി വാ, എല്ലാരും ഉണ്ടല്ലോ, ഇരിക്ക്. ആ ജോർജേട്ടനാ, വാ ഇരിക്ക്. ജോർജേ, കൈക്കിപ്പോ എങ്ങനെയുണ്ട്? ഓ കുഴപ്പമില്ല. ഇതെന്താ എല്ലാത്തിനും ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുന്നത്? അമ്മ എല്ലാത്തിനെയും ജോർജേട്ടൻ്റെ പേരും പറഞ്ഞേ എല്ലാത്തിനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശിക്ഷിച്ചുകൊണ്ടിരിക്കുക. ഷേ, നിങ്ങൾ എന്ത് പണിയെ കാണിക്കുന്നത്? ഇത് പിള്ളേരല്ലേ. ഞാൻ ദേ അവർക്കൊരു കേക്കുമായിട്ടാ വന്നിരിക്കുന്നത്. ഈ കോലത്തിലാക്കിയനോ? ഈ ജോർജേട്ടൻ ടെറസിന്റെ മുകളിൽ നിന്ന് വീണത് ഈ പിള്ളേര് ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ട് എന്തോരാളുകളെ ജോർജേട്ടനെ വിളിച്ചെന്നറിയോ? 1-2 സിനിമാ സംവിധായകരും വിളിച്ചു, അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജംഗ്ഷനിൽ പോയപ്പോഴേ ജോർജേട്ടനെ കുറിച്ച് അവിടെ ഭയങ്കര സംസാര വിഷയോ. വാ ഇങ്ങോട്ട് ഇരിക്ക്. എന്താ ചെയ്യുക? എന്താ മാറിയിക്കണേ? വാ ഇങ്ങോട്ട് ഇരിക്ക്. ഇത് ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ. എന്താ എന്താ അവന്മാര് നാട്ടുകാർ പറഞ്ഞത്? ജോർജേട്ടൻ ടെറസിന്റെ മുകളിൽ നിന്ന് താഴെ വീണില്ലേ, വീണതിന് ശേഷമുള്ള ജോർജേട്ടൻ്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞ ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടി ഉണ്ടല്ലോ, മമ്മൂട്ടിയുടെ എക്സ്പ്രഷൻ ഒന്നും ഒന്നുമല്ല. അതിനെയൊക്കെ വെല്ലണ എക്സ്പ്രഷനാണ് ജോർജേട്ടൻ്റെ സംസാര വിഷയം. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ലോകം ഞെട്ടാൻ പോവുക. ആണോ? അതിന് കാരണക്കാർ ഇവിടുത്തെ പിള്ളേരാ. ഞാൻ അവർക്കൊരു കേക്ക് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. എടാ മക്കളെ, ആ കേക്ക് എടുത്ത് പോയി കഴിക്ക്. ചെല്ലേ 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 ചെല്ലേ, പോയെടുത്ത് കഴിക്കടാ. ണ്ടോ കേക്കും കൂട്ടി കല്ലിട്ട മാതിരി, അല്ല കാക്ക കൂട്ടി കല്ലിട്ട മാതിരി. അടുക്കളയിൽ പോയി കത്തി എടുത്തോട്ട് വന്നേ. കത്തി അതിൻ്റെ ഉള്ളിലുണ്ട്. ഈ കേക്ക് മുറിക്കാൻ വരട്ടെ? ഞാൻ പറഞ്ഞ പോലെ ഈ കേക്ക് മുറിച്ചു കഴിഞ്ഞാ ജോർജേട്ടന്റെ പ്രശസ്തി ഒന്നും കൂടി കൂടും. ഭവാനിമേ ഒന്ന് മാറിക്കേ ഒന്ന്. എങ്ങനെ ഞാൻ പറയണ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ കേക്ക് മുറിക്കുന്നത് ഈ ലോകത്തുള്ള എല്ലാവരും കാണണം. ഓ മനസ്സിലായി. എന്തു മനസ്സിലായി? കേക്ക് മുറിക്കാനെല്ലാം ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിടും, അപ്പൊ എല്ലാവരും കാണും, അതല്ലേ? അങ്ങനെ വെറുതെ ഇട്ടാലൊന്നും ആരും കാണില്ല. ഞാൻ പറയണ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ കേക്ക് ഞാൻ ഈ വീട്ടിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് എല്ലാവരും കണ്ണിയാൻ തോണി വെച്ച് കെട്ടും. എന്നിട്ട് ഈ കേക്ക് ആരാണോ കണ്ടുപിടിക്കുന്നത് അയാൾ ഈ കേക്ക് മുറിക്കും.
ഈ കേക്ക് മുറിക്കുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്തിട്ട് ആ വീഡിയോ വൈറലാവും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? കണ്ണിൽ തുണി കെട്ടിയില്ലേ? അല്ല അപ്പൊ നീ തുണി കെട്ടണല്ലേ? ഞാൻ കിട്ടണില്ല, വീഡിയോ എടുക്കണ്ടേ? നല്ല പോസ്റ്റ് ചെയ്തിട്ട് വൈറലാക്കാൻ പറ്റുള്ളൂ. ദൈവമേ, തപ്പിത്തടഞ്ഞു വല്ലയിടത്തും വീഴാതിരുന്നാ മതിയായിരുന്നു. എല്ലാവരും റെഡിയാണല്ലോ? 3, 2, 1 സ്റ്റാർട്ട്. ഗെയിം ഓവർ. എല്ലാവരും കണ്ണത്തെ കെട്ടയച്ചോളൂ. അയ്യോ, കണ്ടോ ആ കേക്ക് മുഴുവൻ തിന്ന് തീർത്തു. ഒരു കഷ്ണം പോലും വെച്ചിട്ടില്ല. ശ്ശോ. എല്ലാരും അങ്ങ് പോരെ, കേക്കും തപ്പി അവിടെ ഇവിടെ ഇനി നടക്കണ്ട. ഇതുങ്ങൾ ഇവിടെ തിന്ന് തീർത്ത്. അല്ലേലും എനിക്കറിയായിരുന്നു ഇതിനകത്ത് എന്തോ കെണിയുണ്ടെന്ന്. എന്തു പിള്ളേരാണിത്. ഭവാനെ മാത്രമല്ല ശരിക്കാതിരിക്കുന്നത്. ഓരോരുത്തർക്കും കുന്തോ മേടിച്ചോണ്ട് വരും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. ഞാൻ പോവാ, എനിക്ക് ഉറക്കം വരുന്നു. അമ്മമ്മ പോലെ ഇത് കഴിച്ചിടുമ്പോ. അല്ലേലും എനിക്കറിയാം എന്റെ മക്കൾ എനിക്ക് തരാതെ തിന്നത്തില്ലാന്ന്. അയ്യോ, ശശിചേട്ടൻ എന്തേ? ശശിചേട്ടനെ കാണാനില്ലല്ലോ. ശരിയാണല്ലോ പറഞ്ഞത്. ഈ ശശിയേട്ടൻ എവിടെ പോയി? ശശിയേട്ടാ, ശശിയേട്ടാ. അയ്യോ ശശി, ഇതെന്തു പറ്റി? അപ്പടി നനഞ്ഞു കുളിച്ചിരിക്കുന്നല്ലോ. മനുഷ്യന്മാരെ നടക്കാൻ വഴിയിലാണോ കിണർ കൊണ്ട് വെക്കണേ? എന്റെ വീടെന്ന് തോന്നുന്നു.